സമുദായങ്ങളെ തമ്മിലടുപ്പിക്കണമെന്ന ദുഷ്ടലാക്കൊന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാകില്ല. എങ്കിലും താൻ തലപ്പത്തുള്ള ഈഴവ സമുദായം പിന്നാക്കാവസ്ഥയിലാണെന്ന് പറയുമ്പോഴൊക്കെ അതിന് കാരണം മുസ്ലിങ്ങളും ക്രൈസ്തവരുമാണെന്ന ധ്വനിയുണ്ടാകും. കാരണം ഈഴവ സമുദായം പിന്നാക്കാവസ്ഥയിലാണെന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നേതൃസ്ഥാനത്തുള്ള താനും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകും. കാരണം എന്തായാലും ഇതര മതസ്ഥർ രാജ്യത്തിന്റെ സ്വത്തും അവകാശങ്ങളും അനർഹമായി തട്ടിയെടുക്കുന്നുവെന്ന മട്ടിലുള്ള ആരോപണം ഇത്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയുന്നത് ശരിയല്ല. ഇത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ലാതെ സമുദായത്തിന് ഗുണകരമാകുമോ എന്ന് ചിന്തിക്കണം. ഇത്തരം വാക്കുകൾ സമൂഹത്തിൽ വെറുപ്പിന്റെ വിത്തിടുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയും വേണം. BJPയുടെയും CPMന്റെയും തോളിൽ ഒരുപോലെ കൈയിട്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി വിദ്വേഷം പ്രസംഗിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതിന്റെ 30ാം വാർഷികത്തിൽ കൊച്ചി യൂണിയൻ നൽകിയ സ്വീകരണത്തിലും ആലുവ യൂണിയനിലെ നേതൃസംഗമത്തിലും അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ജനാധിപത്യമില്ല, മതാധിപത്യമാണ്. പിണറായി വിജയന് ശേഷം 100 വർഷത്തേക്കെങ്കിലും ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാകില്ല. ഈഴവനെ വളർത്തിയ ചരിത്രം ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനമാണ്. NSSലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പല കരയോഗങ്ങളും പിരിച്ചുവിട്ടിട്ടുമുണ്ട്. പക്ഷേ സുകുമാരൻ നായർക്കെതിരെ അഭിപ്രായമുള്ളവർ അത് അടുക്കളയിലേ പറയൂ. മുന്നണികൾ മാറിയാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷങ്ങൾ പങ്കിട്ടെടുക്കും. രാജ്യത്തിന്റെ സമ്പത്താണ് അവർ പങ്കിട്ടെടുക്കുന്നത്. സ്വന്തം സമുദായത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായതുകൊണ്ടല്ല, പലതും പരിഹരിക്കാൻ വർഗീയതയുടെ കുറുക്കുവഴി തേടുന്നതുകൊണ്ടാണ് കേരളം അതിനെ എതിർക്കുന്നത്. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഈഴവ സമുദായത്തിന് കേരളത്തിൽ മന്ത്രി, മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ഇന്നോളം എത്ര ലഭിച്ചെന്ന കണക്കൊന്നും അറിയാതെ അല്ല വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ. ഈഴവനെ വളർത്തിയ ചരിത്രം ഒരു പാർട്ടിക്കും ഇല്ലെന്ന് പറയുന്നതും വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷങ്ങൾ പങ്കിട്ടെടുക്കുകയാണ് എന്ന കണക്ക് അദ്ദേഹം വിശദീകരിക്കട്ടെ. രാജ്യത്തിന്റെ സമ്പത്ത് ആരാണ് പങ്കിട്ടെടുത്തിട്ടുള്ളത്? വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ മികച്ച സ്ഥാപനങ്ങൾ കത്തോലിക്ക സഭയുടേതാണ്. ഏതെങ്കിലും ഒന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചതുപോലെ രാജ്യത്തിന്റെ സമ്പത്ത് പങ്കിട്ടെടുത്തതാണെങ്കിൽ പരിഹരിക്കാൻ ഈ രാജ്യത്ത് ഭരണഘടനയും നിയമവാഴ്ചയുമുണ്ട്. ഇച്ഛാശക്തിയും കഠിനാധ്വാനവും കൊണ്ട് അവ കെട്ടിപ്പടുക്കുകയും വിജയകരമായി നടത്തുകയും ചെയ്യുന്നവരെ കവർച്ചക്കാരാക്കി ചിത്രീകരിക്കരുത്. അബ്കാരി വ്യവസായത്തിലും നിർമ്മാണ കരാർ സംരംഭത്തിലുമൊക്കെ വിജയക്കൊടി പറിച്ച വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള കോളേജുകളെയും ആതുരാലയങ്ങളെയും ഒക്കെ കൂടുതൽ മികച്ച നിലവാരത്തിലാക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച BDJS BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയിലാണ്. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാറാണ് പാർട്ടി അധ്യക്ഷൻ. എങ്കിലും വെള്ളാപ്പള്ളി നടേശൻ CPMനൊപ്പമാണ്. BDJS BJPക്കൊപ്പം ചേർന്നതോടെ വെള്ളാപ്പള്ളി 1ാം പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ CPM നിലപാട് കടുപ്പിച്ചെങ്കിലും വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തെത്തിയപ്പോൾ അന്വേഷണം മന്ദഗതിയിലായെന്നൊരു ആരോപണമുണ്ട്. പിന്നാക്കക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് നിസ്സാര പലിശക്കെടുത്ത വായ്പ ഇപ്പോൾ ആർക്കു വേണ്ടി വിലപിക്കുന്നോ ആ സ്വസമുദായങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കിൽ നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു കേസ് എന്നതും മറക്കരുത്. സ്വന്തം സമുദായത്തിനു വേണ്ടി ശബ്ദിക്കാനുള്ള ഉത്തരവാദിത്വവും അവകാശവും വെള്ളാപ്പള്ളിക്കുണ്ട്. അതേ ഉത്തരവാദിത്വവും അവകാശങ്ങളും മറ്റു സമുദായങ്ങൾക്കുണ്ട്. അർഹമായത് ചോദിച്ചു വാങ്ങാനുള്ള വെള്ളാപ്പള്ളിയുടെ നിശ്ചയദാർഢ്യം സമുദായത്തിന് ഗുണകരമായിട്ടുണ്ടെന്നതുപോലെ ചില പരാമർശങ്ങൾ ഇതര മതസ്ഥരെ വേദനിപ്പിക്കുന്നുമുണ്ട്. 2019 പുരോഗമന മതേതര മൂല്യങ്ങൾ വളർത്തുന്നതിന് ഇടത് സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സമൂഹം കൂടുതൽ പക്വത പ്രതീക്ഷിക്കും. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാലമായതിനാൽ CPM പലതും കണ്ടില്ലെന്ന് നടിക്കും. കച്ചവട രാഷ്ട്രീയ താല്പര്യങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളാകാം അത്. പക്ഷേ വർഗീയ ധ്രുവീകരണത്തിന് മുൻപന്നത്തെക്കാളും ഗതിവേഗം ലഭ്യമായ കാലത്ത് അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമറിയാത്തവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും വർഗീയവാദികൾക്ക് ആവേശമുണർത്താനും കാരണമാകും. ജാതിമത ദ്വേഷമില്ലാത്ത SNDP എന്ന മഹാപ്രസ്ഥാനത്തിന്റെ നേതാവിൽ നിന്ന് അതല്ലല്ലോ ലോകം പ്രതീക്ഷിക്കുന്നത്.